ഇവരുടെ ഡൗട്ടാണ് ഇങ്ങനെയുള്ള തിക്ക്, അതായത് നല്ല തിക്ക് ഹെയർ ആണ്, പിന്നെ വളരെ വോളിയം കുറഞ്ഞു പോകുമ്പോൾ ഈ ഹെയറിൽ വീണ്ടും അയണിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ കൊഴിഞ്ഞു പോകുന്നല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ തിക്ക് ഹെയർ തിന്നാവുമ്പോൾ ഈ ഒരു ഏരിയ വരുമ്പോൾ ഫ്ലാറ്റ് ആയി പോകും, മുകളില് നല്ല വോളിയം ആയിട്ട് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹെയർസിനാണ് ഫില്ലിംഗ് കൊടുക്കേണ്ടത്. അതായത് ബൊട്ടോക്സ് പോലുള്ള ട്രീറ്റ്മെന്റ് ഇങ്ങനെയുള്ള ഹെയറിന് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ചെയ്യുന്ന പ്രൊഡക്റ്റ് നല്ലതായിട്ടിരിക്കണം. ദെൻ അയണിങ് നല്ല അയണിങ് കൊടുക്കണം. എന്നാലേ ഇപ്പൊ പറഞ്ഞില്ലേ നാനോപ്ലാസ്റ്റി ചെയ്തിട്ട് ഒരു 6 മന്തേ നിന്നോളൂ. ആക്ച്വലി നാനോപ്ലാസ്റ്റിയൊക്കെ നല്ല പ്രോഡക്റ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അറൌണ്ട് ഒരു 9 to 10 months നിൽക്കും ഹെയറിൽ. കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്നത് 1 year ഒരു അയണിങ് ഒരു ട്രീറ്റ്മെന്റ്, 1 വർഷം, പിന്നെ നിങ്ങൾ അടുത്ത വർഷം ചെയ്താൽ മതി. ഞാൻ എപ്പോഴും എന്റെ ഹെയറിന് അങ്ങനെയാണ് കൊടുക്കുന്നത്. വർഷത്തിൽ ഒരു അയണിങ്. നമ്മൾ അവരെ ഇങ്ങനെ അയൺ ചെയ്യുമ്പോ അവർക്കും വിഷമാവുമല്ലോ അല്ലേ? അതും വളരുന്ന സാധനമല്ലേ? അപ്പൊ പുരികത്തിന്റെ ടിപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ ദുബായിൽ നിന്ന് ഒരു കോള് വന്ന് പറഞ്ഞേ ഉള്ളൂ, നല്ല ചേഞ്ച് ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ രാവിലെ ബ്ലെസ്സിങ്സ് ആണ്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. രാവിലെയൊക്കെ ദുബായിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു, കോഴിക്കോട് നിന്ന് ഒരു വിളിച്ചിട്ട് അങ്ങ് മാം താങ്ക് യു എല്ലാം അങ്ങ് ഓപ്പൺ ആയി പറയുന്നുണ്ടെന്നാ പറയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ വന്നതാ. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ കണ്ടപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞങ്ങളിപ്പം ഒരു 1-2 weeks ആയിട്ട് തുടങ്ങുന്നത്. അതെ അതെ അതെ, നമ്മുടെ സ്ഥിരം ക്ലയന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ പുരികത്തിനുള്ള ടിപ്പ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്തൊക്കെയാണ്? നമ്മുടെ കാസ്റ്റർ ഓയില്, ഗ്ലിസറിൻ, പിന്നെ വാസലിൻ. ഇപ്പൊ മാം പറഞ്ഞു അതിന്റെ കൂടെ ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഗ്രോ അപ്പ് ആവും. സ്ഥിരമായിട്ട് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലേ? അതെ അതെ, അതാണ് സർവീസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു. അപ്പൊ താങ്ക് യു. താങ്ക് യു.